ഇറാനുമായുള്ള ചർച്ചയ്ക്ക് സൗദി അറേബ്യ തയ്യാറെടുക്കുന്നു. മേഖലയിൽ യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ അതിനെ സാരമായിട്ട് ബാധിക്കുന്ന പ്രദേശങ്ങൾ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നതിനാലും ഇത്തരമൊരു പ്രശ്നങ്ങൾ അമേരിക്കയും ഇറാനും തമ്മിൽ ഉണ്ടാകുമ്പോൾ അത് പരിഹാരമില്ലാത്ത രീതിയിൽ നീണ്ടുപോകാനുള്ള സാധ്യത ഉണ്ട് എന്നതിനാൽ ഒരു ചർച്ചയാവാം എന്ന തരത്തിൽ സൗദി അറേബ്യ എത്തിയിരിക്കുന്നു എന്നുള്ളതും ഈ വിവരം ഇറാനെ അറിയിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഒമാനുമായിട്ടുള്ള ചർച്ച, യമനുമായിട്ടുള്ള ചർച്ച ഏത് തരത്തിൽ അവസാനിക്കും എന്നതിനെക്കുറിച്ചുള്ള ഒരു രൂപം ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ ചർച്ചാ സംബന്ധമായിരിക്കുന്ന രീതിയിൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഏറെക്കുറെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇറാന്റെ ഭാഗത്ത് തയ്യാറായാൽ പോലും നിലവിൽ നിലനിൽക്കുന്ന അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷവും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷവും പരിഹരിക്കാൻ പറ്റാത്ത വിധം സങ്കീർണമായി നിലനിൽക്കുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. താൽക്കാലികപരമായി മേഖല അസ്വസ്ഥമാക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി എന്തൊക്കെ വിട്ടുവീഴ്ച ചെയ്യാൻ പറ്റുമോ എന്ന കാര്യം ഇറാനുമായിട്ട് അന്വേഷിക്കുകയാണ് സൗദി അറേബ്യ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലാണ് റിപ്പോർട്ട് പുറത്തു വരുന്നത്. ഈ വിഷയം ഇറാനുമായിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇറാൻ ഇതിന് കൃത്യമായിരിക്കുന്ന ഒരു മറുപടി ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. എന്നാൽ യമന്റെ ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ അവസാനിച്ചാൽ നമുക്കതാവാം എന്നുള്ളതും സൗദിയുടെ പ്രതിനിധി തെഹ്റാൻ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് സന്ദർശിക്കുന്നതിന് തങ്ങൾക്ക് എതിർപ്പില്ല എന്ന രീതിയിൽ ഇറാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മറുപടിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന വിവരങ്ങളൊക്കെ അറേബ്യൻ ചാനലുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധ സാഹചര്യത്തിൻ്റെ സ്ഥിതികളെക്കുറിച്ചുള്ള ഒരു വിവരണങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പറയുകയാണ്. കാര്യമെന്ന് പറയുന്നത് എളുപ്പത്തിൽ ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കില്ലെന്ന് അമേരിക്കക്ക് തന്നെ അറിയാം. കാര്യമെന്ന് പറയുന്നത് ഒരു വർഷമായിട്ട് യമനെ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കാത്ത അമേരിക്കക്ക് എങ്ങനെയാണ് ഇറാനെ കീഴ്പ്പെടുത്താൻ വേണ്ടി സാധിക്കുക എന്നുള്ള ചോദ്യം പ്രസിദ്ധമാണ്. മാത്രമല്ല റഷ്യക്ക് ഉക്രൈനെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത പോലെ തന്നെ ഇസ്രായേലിന് ഫലസ്തീനെ കീഴ്പ്പെടുത്താൻ സാധിക്കാത്ത പോലെ തന്നെയുള്ള ഒരു സാഹചര്യം ഒരു മൂന്നാം രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ഒരു വിഷയമായിട്ട് നിലനിൽക്കുക എന്നല്ലാതെ ശാന്തിയും സമാധാനം നഷ്ടപ്പെടുന്നു എന്നുള്ളതല്ല, ഒരുപാട് ജീവൻ പോകുന്നു എന്നതിനപ്പുറം ഇവിടെ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധിയിലേക്ക് രാഷ്ട്രങ്ങൾ നീങ്ങിപ്പോവുകയും ചെയ്തു. അത് പെട്രോളിയത്തെ സാരമായിട്ട് ഇപ്പോൾ തന്നെ ബാധിച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ചെങ്കടൽ വഴിയുള്ള അറേബ്യൻ കപ്പലുകൾ ഇവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഇപ്പോൾ പെട്രോൾ കയറ്റുമതി ചെയ്തുകൊണ്ട് പോകുന്നില്ല. അവർ ആഫ്രിക്ക വഴി വളഞ്ഞു തിരിഞ്ഞൊക്കെയാണ് പോകുന്നത്. വലിയ സാമ്പത്തിക നഷ്ടവും വലിയ രീതിയിലുള്ള സമയനഷ്ടവും അവർക്കുണ്ടാകുന്നു. പക്ഷേ ഇവിടെ സമാധാനം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അമേരിക്കക്ക് തന്നെ അവരുടെ കപ്പലിനെ പോലും സംരക്ഷിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്ന സമയത്ത് മറ്റുള്ള കപ്പലിന് സംരക്ഷണം നൽകണമെന്ന് അവരോട് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവർക്ക് നടക്കാത്ത കാര്യമാണെന്നുള്ളത് ലോകത്തിനത് അറിയാവുന്നതാണ്. ഇപ്പോൾ സൗദി അറേബ്യ മുന്നോട്ട് വെക്കുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് സൗദിക്ക് വലിയ ബന്ധമാണ്. 75 വർഷത്തെ നയതന്ത്ര ബന്ധം സൗദി അറേബ്യ തമ്മിലുണ്ട്. ഈ അടുത്ത കാലത്ത് അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലുമായിട്ട് നേരിയ തോതിലെങ്കിലും നല്ല ബന്ധമാണ്. അത് സൗദി അറേബ്യക്കാണ് ബന്ധമുള്ളത് UAE-യുമായിട്ടാണ് ഇസ്രായേലിന്. അതേപോലെ തന്നെ ഖത്തറുമായിട്ട് ബന്ധമുണ്ട്. ഏറ്റവും വൈകിട്ടാണ് ഇസ്രായേലുമായിട്ട് സൗദി അറേബ്യയുടെ ബന്ധം ഉണ്ടാകുന്നത്. ആ അബ്രാം കരാറിൻ്റെ ഭാഗമായിട്ട് അമേരിക്കയുടെ സമ്മർദ്ദത്താൽ ഈ കരാർ വ്യവസ്ഥക്ക് തങ്ങൾ അംഗീകാരം നൽകേണ്ടി വന്നതാണ് എന്ന് പിന്നീട് സൗദി അറേബ്യ പറയുകയും ചെയ്തു. തങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു വിഷയമായിരുന്നു. എന്നാൽ ഈ കരാർ വ്യവസ്ഥ ഏറെക്കുറെ പൂർണ്ണമായി അതിൻ്റെ പ്രവർത്തന രീതികളൊക്കെ ആരംഭിച്ചതോടുകൂടി അല്ലെങ്കിൽ ആരംഭിക്കാൻ തീരുമാനിച്ചതോടുകൂടിയാണ് ഹമാസിൻ്റെ ആക്രമണം ഉണ്ടായത്. അതോടുകൂടി എല്ലാം തലകുത്തനെ മറിഞ്ഞു വീണു. ഇപ്പോൾ സൗദി അറേബ്യ പ്രഖ്യാപിച്ച പ്രധാനമായിരിക്കുന്ന ഒരു കാര്യം ഫലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലാതെ നയതന്ത്ര തലത്തിലുള്ള ഒരു ബന്ധം ഇസ്രായേൽ തമ്മിൽ ഉണ്ടാവില്ല. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ UAE ആ നിലപാട് പറഞ്ഞു, ബഹ്റൈൻ പറഞ്ഞു, ഖത്തർ പറഞ്ഞു. ഒരുപാട് രാജ്യങ്ങൾ അതിന് തുടർച്ചയായ രീതിയിൽ അറേബ്യൻ മേഖലയിലെ പരമാവധി രാജ്യങ്ങളൊക്കെ ഈ നിലപാടുകാരാണ്. അപ്പോൾ ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യം ഞങ്ങളുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ്. ഞങ്ങളുടെ സഹോദരന്മാരാണ്. 75 വർഷമായിട്ട് അവർ പീഡിപ്പിക്കപ്പെടുന്നു, അവർ കൊല ചെയ്യപ്പെടുന്നു, നാട് കടത്തപ്പെടുന്നു. അവരുടെ ദേശത്തിൽ നിന്ന് അവർ അഭയാർത്ഥികളായി ജീവിക്കുന്ന ഒരു വല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഞങ്ങൾക്ക് സഹിക്കുന്നതിനപ്പുറമാണ്. ഞങ്ങളുടെ ഭാഷ സംസാരിക്കുന്നതാണ്, ഞങ്ങളുടെ ഭൂമിശാസ്ത്രവുമായിട്ട് ബന്ധങ്ങൾ പങ്കിടുന്ന ഒരു രാജ്യം എന്ന നിലക്ക് അല്ലെങ്കിൽ ഒരു പ്രദേശം നിലക്ക് ആ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലാത്ത രീതിയിൽ ഒരു തരത്തിലുള്ള സഹകരണം ഇസ്രായേലുമായിട്ട് ഉണ്ടാവില്ല എന്ന സൗദി അറേബ്യയുടെ നിലപാട് അവർ ആവർത്തിക്കുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബൈഡനെ പോലെ ഒരു മിതവാദിയല്ല. ട്രംപ് അതിതീവ്രമായി ചിന്തിക്കുകയും അമേരിക്ക എന്ന് പറയുന്ന രാജ്യവും അവരുടെ പൗരന്മാർക്കും അപ്പുറം മറ്റൊരു രാജ്യത്തിലെ പൗരത്വമോ രാജ്യമോ ഉയർന്നു പൊന്തരുത് എന്ന് ചിന്തിക്കുന്ന ഒരു ദേശവാദിയാണ്.
അതുകൊണ്ട് തന്നെ അവർ ആക്രമിക്കും എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആക്രമിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഇറാനുമായിട്ടുള്ള നല്ല ബന്ധം മുൻപേ ഇല്ല, ആദ്യത്തെ ഭരണത്തിൽ തന്നെ ഇല്ലാത്തതിനാൽ വല്ല കാരണവശാലോ അറേബ്യൻ മേഖലയിൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതൊരു മേഖലാ യുദ്ധത്തിന് അപ്പുറം ഒരു ലോക യുദ്ധമായിട്ട് അത് മാറാനുള്ള സാധ്യതയുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇറാൻ മുൻപേ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, തങ്ങൾക്ക് നേരെ ഏതൊരു രാജ്യത്ത് നിന്നാണോ ആക്രമണം ഉണ്ടാകുന്നത് ആ രാജ്യത്തെ തങ്ങൾ ശത്രുവായിട്ട് കാണുകയും ആ രാജ്യത്തേക്ക് തങ്ങൾ തിരിച്ചടി നൽകുകയും ചെയ്യും എന്നുള്ളത്. ഇത് അറേബ്യൻ മേഖലയെ സാരമായിട്ട് രീതിയിൽ വേദനിപ്പിച്ച അല്ലെങ്കിൽ പ്രയാസപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് ഈ ചില മീഡിയകളൊക്കെ ആ വിഷയം അല്ലെങ്കിൽ നിരീക്ഷകരൊക്കെ ആ വിഷയം പറയുന്നുണ്ട്. ഈ ഒമാനിൽ നിന്ന് യമനിൽ നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുന്നു. യമനിൽ നിന്നുള്ള ആ ഇസ്രായേലിൻ്റെ ആക്രമണത്തിന് വേണ്ടി അവർ ഉപയോഗിച്ച വൈദൂര മിസൈൽ എന്ന് പറയുന്നത് ജോർദാന്റെ ആകാശത്തിലൂടെയാണ് ഉപയോഗിക്കുന്നത്. അതിനോടനുബന്ധിച്ച് ഇറാൻ പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ചില പത്രങ്ങളിലൊക്കെ അത് റിപ്പോർട്ടായിട്ട് വന്നിട്ടുണ്ട്, ചിലതിൽ വന്നിട്ടില്ല. അവർ പറയുന്നു ജോർദാന്റെ ഭൂമിയിലൂടെ തങ്ങൾക്ക് നേരെയോ അല്ലെങ്കിൽ യമന് നേരെയോ ആക്രമണം ഉണ്ടായാൽ അത് തീർച്ചയായിട്ടും ജോർദാന്റെ അനുവാദത്തോടു കൂടിയുള്ള ആക്രമണമാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചടി ഉണ്ടാവും. ഈ വിഷയങ്ങളും യഥാർത്ഥത്തിൽ ജോർദാനെ വലിയ രീതിയിൽ പ്രയാസപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിന് നേരെ യമന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന ഒരു ആക്രമത്തെയും ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവസരം നോക്കുന്ന സമയത്തൊക്കെ ചെങ്കടലിൽ നിന്ന് അമേരിക്ക പ്രതികരിച്ചു അല്ലെങ്കിൽ തിരിച്ചാക്രമിച്ചു എന്നല്ലാതെ ഇസ്രായേലിൻ്റെ ഭാഗത്ത് ആക്രമണം ഉണ്ടായിട്ടില്ല. ഒന്നുകിൽ ഇസ്രായേൽ ആക്രമിക്കേണ്ടത് ജോർദാന്റെ ആകാശത്തൂടെ പോയിട്ട് ആക്രമിക്കണം, അതല്ലെങ്കിൽ ചെങ്കടൽ ഉപയോഗിച്ച് ആക്രമിക്കണം. ഈ രണ്ട് മേഖലയും അതിനിരീക്ഷണത്തിലാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പത്തിലല്ല, കൃത്യമായിരിക്കുന്ന ലക്ഷ്യം കണ്ടുകൊണ്ടുള്ള ആക്രമണം 2000 കിലോമീറ്റർ വൈദൂരത്തിൽ പറന്നുകൊണ്ട് ലക്ഷ്യം കണ്ട് ആക്രമിക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ താല്പര്യം. അതൊരിക്കലും നടക്കാത്തൊരു സ്ഥിതിയായിട്ട് ഇപ്പോൾ നിലനിൽക്കുകയാണ്. അതിൻ്റെ പ്രയാസം യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട്. അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നുമില്ല. ഇങ്ങനെ മേഖലാ യുദ്ധത്തിനപ്പുറം ലോക യുദ്ധത്തിലേക്ക് ഇത് വ്യാപിക്കുന്ന സമയത്ത് ഈ സൗദി അറേബ്യ അടക്കമുള്ള അറബ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാമ്പത്തിക രംഗത്ത് മാത്രമല്ല രാജ്യ പുരോഗതി രംഗത്ത് പോലും സാരമായിരിക്കുന്ന പരിക്കേൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അമേരിക്കയുമായിട്ട് ഉടക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. അമേരിക്കയുടെ സൈനിക മേഖല ഇവിടെ നിന്ന് അടച്ചുപൂട്ടണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായാൽ ഒറ്റ വാക്കിലൊന്നും അമേരിക്ക അത് കേൾക്കില്ല. കാരണം ഇറാഖ് ഇതിന് മുൻപ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ 2500ഓളം സൈനികർ തങ്ങളുടെ രാജ്യത്ത് ഉണ്ട്, അവരെ ഒഴിവാക്കണം. ഏതെങ്കിലും സാഹചര്യങ്ങളോ ആവശ്യങ്ങളോ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങൾ വിളിക്കാം, ആ സമയത്ത് എത്തിയാൽ മതി എന്ന് ബൈഡന്റെ സമയത്ത് ഒരിക്കൽ ഇറാഖിന്റെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും സംയുക്തമായി തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡനോട് പറഞ്ഞതാണ്. അദ്ദേഹം നിരാകരിച്ചതാണ്. കരാർ വ്യവസ്ഥ പ്രകാരം ഇനി ഒരുപാട് വർഷം തുടരാൻ നമ്മൾ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഒഴിഞ്ഞു മാറിയത്. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അമേരിക്കയുമായിട്ട് ഉടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായ റഷ്യയുടെയും ചൈനയുടെയും സൈന്യങ്ങൾ ഈ മേഖല കേന്ദ്രീകരിച്ച് കയറി വരുമെന്നുള്ളൊരു ഭയപ്പാട് അമേരിക്കക്കുമുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഒമാനിൽ ഈ ചൈനയുടെ സൈനികർ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ സൈനിക കേന്ദ്രങ്ങളും മേഖലകളും സൈനിക എയർപോർട്ടുകളും ഒക്കെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് വലിയൊരു സൈനിക കേന്ദ്രമാക്കി ആ മേഖല മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ മറ്റ് അറബ് രാജ്യങ്ങളും ഇതിന് രഹസ്യമായ രീതിയിൽ ചൈനയ്ക്ക് അനുമതി നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ രാജ്യത്ത് നിന്ന് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. സിറിയയിൽ ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. റഷ്യയുടെ സൈന്യം സിറിയയിലുണ്ട്, അമേരിക്കയുടെ സൈന്യമുണ്ട്, അതോടൊപ്പം തന്നെ ഈ തുർക്കിയുടെ സൈന്യമുണ്ട്. പരമാവധി രാജ്യങ്ങളുടെ സൈന്യങ്ങളൊക്കെ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു മേഖലയാണ് ഇവിടെ സിറിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് പല ഘട്ടങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേ ഭൂപ്രദേശത്തിൽ നിന്ന് യുദ്ധം നടത്തിയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇറാൻ ആക്രമിക്കുമ്പോൾ ഇറാൻ അവിടെ നിന്ന് തന്നെ തിരിച്ചടി നൽകുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. സിറിയയിലുള്ള ഇറാന്റെ എംബസി തകർത്തതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ് യുദ്ധത്തിലേക്ക് കലാശിച്ചത്. അങ്ങനെയാണ് 300ഓളം മിസൈൽ ഇറാൻ ഇസ്രായേലിലേക്ക് തൊടുത്ത് വിട്ടതെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് വിഷയം ഉണ്ടാവുന്ന സിറിയയിൽ നടന്ന അതേ സംഭവങ്ങൾ അറേബ്യൻ രാജ്യത്ത് ഉണ്ടാകുമോ എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ അറബ് രാജ്യങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഇറാനുമായിട്ട് നേരിട്ട് ചർച്ച നടത്താനും നിലവിലെ സാഹചര്യങ്ങളും വരാൻ പോകുന്ന സാഹചര്യങ്ങളും പ്രശ്ന പരിഹാരത്തിന് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ ആ കാര്യങ്ങളും ചർച്ച ചെയ്യാനും വേണ്ടി തീരുമാനിച്ചു എന്നുള്ള റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നിരിക്കുകയാണ്.